ആദ്യം ഇന്ന് നമ്മൾ ബോബി ചെമ്മണ്ണൂരിനെതിരായ ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതി കേസ് കോടതിയിൽ വാദം പൂർത്തിയായി. അല്പസമയത്തിനുള്ളിൽ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്ന സാഹചര്യമുണ്ട്. ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, എന്തൊക്കെയാണ് സർക്കാരിൻ്റെ വാദം ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട്? ഇതിൻ്റെ വിധി എപ്പോഴാണ് എത്തുക? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അജിംഷാദ്, അല്പസമയത്തിനകം എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നമ്പർ 2-ൽ ഇതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വിധിയുണ്ടാകും. ഈ ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ ഹണി റോസാണ് പരാതി നൽകിയത്. ഹണി റോസിൻ്റെ പരാതിയിലെടുത്ത കേസിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് ഇന്നലെ വൈകിട്ടാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനും പ്രതിഭാഗവും വളരെ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചു. പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഉന്നയിച്ചിട്ടുള്ള പ്രധാന വാദം എന്ന് പറയുന്നത്, പ്രതി പുറത്തിറങ്ങിയാൽ സ്വാധീനശക്തിയുള്ള ആളാണ്, ഒരുപക്ഷെ ഒളിവിൽ പോകാൻ വരെ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. ആ പ്രോസിക്യൂഷൻ്റെ വാദത്തിനെ എതിർത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിലൂടെ ജാമ്യം നേടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് പ്രതിഭാഗത്തിൻ്റെ വാദത്തിലുണ്ടായിരുന്നത്. എന്ത് ഉപാധികൾ കോടതി പറഞ്ഞാലും എല്ലാ ഉപാധികളും സമ്മതിക്കാൻ തയ്യാറാണ്. ജാമ്യം നൽകണം എന്നതുമാണ് പ്രതിഭാഗത്തിൻ്റെ വാദം. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. അൾസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളുണ്ട്, അത്തരം പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുള്ളയാളാണ്, അതുകൊണ്ട് ജാമ്യം നൽകണമെന്ന് പ്രതിഭാഗം വാദിക്കുന്നു. ഇതിനെ മറുവശത്ത് എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ്റെ വാദം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയുണ്ട്, തെളിവ് നശിപ്പിക്കാൻ ഇടയുണ്ട്, അതോടൊപ്പം തന്നെ ഒളിവിൽ പോകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. വളരെ നിർണായകമായ നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഇതൊരു ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവർക്ക് വലിയ ഒരു വാണിംഗ് ആണ് ഈ നടപടി. ഇതിനനുസരിച്ചുള്ളൊരു നീക്കം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോടതി ഈ കേസിലെ വിധി പറയുമ്പോൾ നിർണായകമാകുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഹണി റോസ് കോടതിയിൽ രഹസ്യ മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഈ മൊഴിയിൽ ഹണി റോസ് പറഞ്ഞ കാര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഒരു പക്ഷേ കോടതി ഈ കേസിൽ വിധി പറയുക. രണ്ട് സാധ്യതകൾ ഇവിടെയുണ്ട്. ഒരു പക്ഷേ കർശന ഉപാധികളോടുകൂടി ഒരു ജാമ്യം നൽകാം, അല്ലാത്ത പക്ഷം അങ്ങനെ ഒരു ജാമ്യം സന്ദേശ സമൂഹത്തിന് തീർച്ചയായും അത് കോടതിയുടെ വിവക്ഷയിൽ വരുന്നതാണ്. തീർച്ചയായും അത് നമ്മൾ കേട്ടതിന് ശേഷം അതിലേക്ക് പോകാം. തിയോഫിൻ, ഈ പരാതിക്കാരിയുടെ നമ്മൾ കണ്ടതും കേട്ടതുമായ പരാതികൾക്കപ്പുറത്തേക്ക് കൂടുതൽ മാനങ്ങൾ അതിന് കൈവരികയാണ്. അതായത് ബോധപൂർവം കയ്യിൽ കയറി പിടിക്കുക, സോഷ്യൽ മീഡിയയിലുള്ള അധിക്ഷേപം, വാക്കുകൾ കൊണ്ടുള്ള അധിക്ഷേപങ്ങൾ, അത് ഒരു വട്ടമല്ല, നിരന്തരമായി നാം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പോലും കണ്ടിട്ടുണ്ട്. നമുക്ക് പോലും അറപ്പുണ്ടാകുന്ന രീതിയിൽ ഹണി റോസിനോട് മാത്രമല്ല പലരോടും ഈ ബോബി ചെമ്മണ്ണൂർ പെരുമാറിയത്, അതൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത് വരികയാണ്. ഈ ഘട്ടത്തിൽ ഹണി റോസ് ശാരീരികമായും കയ്യിൽ കയറി ബലമായി പിടിക്കാൻ ശ്രമിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരാതിയിൽ ഈ രഹസ്യമൊഴിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അജിംഷാദ്, അതായത് തന്നെ അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചു എന്നത് നേരത്തെ തന്നെ ഹണി റോസ് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇന്നലെ നൽകിയ രഹസ്യമൊഴിയിലും മജിസ്ട്രേറ്റിനോട് അത് ആവർത്തിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള ഒരു കേസ് വരുന്നത്. പക്ഷേ നിലവിൽ ആദ്യത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എടുത്തിട്ടുള്ള കേസിൽ ദ്വയാർത്ഥ പ്രയോഗമുള്ള പരാമർശങ്ങൾ നടത്തിയെന്നതും സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ രീതിയിൽ പരാമർശം നടത്തി അധിക്ഷേപിച്ചു എന്നത് കൂടിയാണുള്ളത്. പക്ഷേ ഇതിൽ ഈ അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചു എന്നതാണ് ഒരു ജാമ്യമില്ലാത്ത വകുപ്പ് അല്ലെങ്കിൽ ജാമ്യം നൽകാതിരിക്കാനുള്ളൊരു പ്രധാന റീസൺ വരുന്നത്. ഇവിടെ കോടതിയുടെ വിവേചനാധികാരമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക. കാരണം കോടതിക്കാണ് ഇനി തീരുമാനിക്കാൻ കഴിയുക, കർശന ഉപാധികൾ വെച്ചുകൊണ്ട് പുറത്തുവിടണോ അതല്ലെങ്കിൽ ഈ കുറ്റവാളിക്ക് ജയിൽ ശിക്ഷ നൽകണോ എന്നത് കോടതിയാണ് തീരുമാനിക്കുക. കോടതി തീരുമാനിക്കുന്നതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹണി റോസ് നൽകിയ രഹസ്യ മൊഴിയിൽ മജിസ്ട്രേറ്റിനോട് പറഞ്ഞ കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടും. ഒരു പക്ഷേ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെടാത്തത് കൊണ്ടാണ് മറ്റൊരു സാധ്യത നമ്മൾ പറയുന്നത്. അല്ലാത്ത പക്ഷം രണ്ട് രീതിയിൽ കാര്യങ്ങൾ വരാം. ഒന്നുകിൽ കോടതിക്ക് ശിക്ഷിക്കാം, അതല്ലാത്ത പക്ഷം കോടതിക്ക് തന്നെ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിട്ടുണ്ട്. ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാലും സ്വാഭാവികമായി തന്നെ ബോബി ചെമ്മണ്ണൂരിന് ജയിലിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് റിമാൻഡാകും. അങ്ങനെ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ തെറ്റായ രീതിയിലുള്ള ഇതിനൊരു കാരണം കൂടിയുണ്ട്. ബോബി ചെമ്മണ്ണൂർ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ മാത്രമല്ല,
ഒരുപാട് പേർക്ക് ബോബി ചെമ്മണ്ണൂർ തെറ്റായ വഴിയിലേക്ക് തീർച്ചയായും അത് തന്നെയാണ് ഹണി റോസ് പറയുകയും ചെയ്യുന്നുണ്ട്. ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം അതുണ്ട്. പണത്തിന്റെ ഹുങ്കിൽ അങ്ങനെ സ്ത്രീ വിരുദ്ധതയുമായി താങ്കൾ മുന്നോട്ട് പോയാൽ ഈ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ, നാടിൻ്റെ നിയമവ്യവസ്ഥയിലാണ് തനിക്ക് വിശ്വാസം എന്നത് പറഞ്ഞുകൊണ്ടാണ്. അത് ഇന്നലെ മുഖ്യമന്ത്രിക്ക് അവർ നേരിട്ട് കാര്യങ്ങൾ ബോധിപ്പിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ ഉറപ്പടക്കം, മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ടടക്കം ഇന്നലെ തന്നെ ഹണി റോസ് ഇത് പ്രതികരിക്കുകയും ചെയ്തതാണ് വിവിധ മാധ്യമങ്ങളോട്. തീർച്ചയായും അജിംഷാദ് അത്തരത്തിൽ നിയമത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പരാതിയുമായി ഒരു പോരാട്ടത്തിന് മുന്നോട്ട് പോയ ആളാണ് ഹണി റോസ്. അങ്ങനെ ഒരു പോരാട്ടത്തിന് തയ്യാറായി ഒരു വ്യക്തി ഇറങ്ങുമ്പോൾ ആ വ്യക്തിക്കൊപ്പം നിൽക്കുക എന്ന ഒരു ചുമതലയാണ് അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിർവഹിച്ചത്. അത് നിയമ വിഭാഗം അല്ലെങ്കിൽ ജുഡീഷ്യറിയും അത് ചെയ്യുമെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് ഒരു പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ശിക്ഷ, ഇതൊരു പാഠം എന്ന നിലയിൽ ഒരുപാട് പേർക്ക് ഒരു മുന്നറിയിപ്പ് കൂടി എന്ന നിലയിൽ ഇത്തരത്തിലൊരു ശിക്ഷാ നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ രണ്ട് സാധ്യതയുണ്ട്. എന്ത് ഉപാധികൾ കോടതി പറഞ്ഞാലും അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ കർശന ഉപാധികൾ വെച്ചുകൊണ്ട് താൽക്കാലികമായി വിടുകയാണോ, അതല്ല സൂചിപ്പിച്ചതുപോലെ ഹണി റോസ് പറഞ്ഞതുപോലെ ഈ പ്രശ്നത്തിൻ്റെ മെറിറ്റ് അല്ലെങ്കിൽ ഇതിലെ പ്രശ്നങ്ങൾ ആ വിധത്തിൽ വ്യാപിക്കുന്നതാണ്. ഒന്ന്, ഇത് ബോബി ചെമ്മണ്ണൂരിൻ്റെ അധിക്ഷേപങ്ങൾ എന്നതിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാരെ ഇത്തരത്തിൽ തെറ്റായി നയിക്കുന്ന രീതിയിലേക്കായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ പെരുമാറ്റം. ഈ നടപടികൾ കൈക്കൊണ്ടതിന് ശേഷവും അതിൻ്റെ ചില അനുരണനങ്ങൾ സമൂഹത്തിൽ നാം കണ്ടു.